ഇപ്പോൾ JEE പേപ്പർ 2 BRക്കിൻ്റെ ഒരു വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു എക്സാമാണ് 29-ാം തീയതി നടക്കാൻ പോകുന്നത്. 2 സെഷനുകളായിട്ട് നടക്കുന്നുണ്ട്. ഏത് സെഷനിലാണെങ്കിലും നിങ്ങൾക്ക് കിട്ടുന്ന ടോപ്പ് പെർസെൻറ്റേജാണ് നമുക്കിതിൽ ഫൈനലി കൺസിഡർ ചെയ്യുക. അപ്പോൾ ഇത് ആദ്യത്തെ സെഷനാണ് ഇപ്പോൾ ഈ 29-ാം തീയതി നടക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ടിപ്സ്, വളരെ ക്വിക്കായിട്ട് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ടിപ്സ് മാത്രം പറയാനാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇത് അപ്ലൈ ചെയ്തിട്ടുള്ള എല്ലാവരെയും സംബന്ധിച്ചിട്ട് PR എന്നൊരു കരിയർ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആളുകളായിരിക്കും ഈ ഒരു എക്സാം അപ്ലൈ ചെയ്തിട്ടുണ്ടാവുക. ഈ ഒരു എക്സാമിൻ്റെ പാറ്റേണിനെ പറ്റി പറയുകയാണെങ്കിൽ 50 ആപ്റ്റിറ്റ്യൂഡ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ ആപ്റ്റിറ്റ്യൂഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ജനറലായിട്ട് പല ടൈപ്പ് ഓഫ് ആപ്റ്റിറ്റ്യൂഡ് ക്വസ്റ്റ്യൻസിലുണ്ട്. പക്ഷെ എന്നാൽ പോലും ടോട്ടൽ 50 ആപ്റ്റിറ്റ്യൂഡ് ക്വസ്റ്റ്യൻസ്, 25 മാത്സ് ക്വസ്റ്റ്യൻ, അതായത് 20 MCQ, 5 NAT മോഡൽ ടൈപ്പ്, അതായത് ന്യൂമറിക്കൽ, അതുപോലെ തന്നെ ഡ്രോയിങ് ക്വസ്റ്റ്യൻ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് JEE പേപ്പർ 2 വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ വളരെ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റും. മാത്സ് വൺ ഓഫ് ദ ടഫസ്റ്റ് മാത്സിന് എക്സാം ആയതുകൊണ്ട് തന്നെ അറിയാവുന്ന ക്വസ്റ്റ്യൻസുകൾ മാത്രം അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക, നെഗറ്റീവ് വരുത്താൻ നോക്കുക. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളാണ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത്. പിന്നെ ഇതിൽ സ്പെസിഫിക്കലി ഇതിനൊരു സ്ഥിരം എക്സാം പാറ്റേൺ ഉണ്ട്. ഇപ്പോൾ ജനറൽ ആപ്റ്റിറ്റ്യൂഡിലാണെങ്കിൽ 3D വിഷ്വലൈസേഷൻ, ആർക്കിടെക്ചറൽ അവയർനെസ്, അതുപോലെ തന്നെ ആർക്കിടെക്ചർ റീസണിങ്, അതുപോലെ തന്നെ ഡ്രോയിങ്ങിലാണെങ്കിൽ പെർസ്പെക്റ്റീവ് സ്കെച്ചിങ്, കോമ്പോസിഷൻ, അല്ലെങ്കിൽ ഹ്യൂമൻ സ്കെയിലിൻ്റെ റേഷ്യോ പ്രൊപ്പോർഷൻ നോക്കിയിട്ട് സ്കെച്ച് ചെയ്യുക, അല്ലെങ്കിൽ പോർട്രേറ്റ് സ്കെച്ച് ചെയ്യുക. ഇത്തരം ക്വസ്റ്റ്യൻസുകളൊക്കെയാണ് സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു എക്സാം എഴുതാൻ പോകുന്ന എല്ലാ കുട്ടികൾക്കും ബെസ്റ്റ് വിഷസ്. ഹോൾ ടിക്കറ്റിൽ ഒരുപാട് ഇൻസ്ട്രക്ഷൻസ് തന്നിട്ടുണ്ട്. ID കാർഡ് ഒറിജിനലാണ് നിങ്ങൾ കൊണ്ടുപോകേണ്ടത്, ഫോട്ടോസ്റ്റാറ്റ് കൊണ്ടുപോയിട്ട് കാര്യമില്ല. അപ്പോൾ അതിൽ പറയുന്ന ID കാർഡുകൾ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഏത് ഉണ്ടെങ്കിൽ അത് ഏത് വേണമെങ്കിൽ കൊണ്ടുപോകാം. അതുപോലെ എക്സാം ഹോളിൽ വളരെ ടൈമിൽ തന്നെ എത്താൻ ശ്രമിക്കുക. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് എനിക്കിപ്പോൾ പറയാനുള്ളത്. ബെസ്റ്റ് വിഷസ്.